الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. പ്രിയ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അഖില ചരാചരങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കരുണാവാരിധിയും അജയ്യനുമായ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കൃത്യവും സൂക്ഷ്മവുമായ നിലക്ക് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ മനസ്സ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് തലങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ട്. അങ്ങനെ അത് ചിലപ്പോഴൊക്കെ പ്രതികാരമായി മാറിപ്പോകാറുണ്ട്. ഈ പ്രതികാരം എന്നത് ഒരു ചെറിയ സംഗതിയല്ല. വ്യക്തികൾ മുതൽ രാഷ്ട്രങ്ങൾ വരെ പ്രതികാര ദാഹം തീർക്കുകയും നിരവധി മനുഷ്യരുടെ ജീവനെടുക്കുകയും സാധന സാമഗ്രികൾ തല്ലിത്തകർക്കൽ തുടങ്ങി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളിൽ ഒരുപാട് മനുഷ്യ ജീവിതോപാധികളായ കാര്യങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ലോകത്തുണ്ട്. വളരെ മുമ്പ് തന്നെ അത് നിലനിന്ന് വരുന്നുമുണ്ട്. എന്നാൽ ഇത് മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കുന്നു. വ്യക്തികൾ അടങ്ങുന്നതാണല്ലോ സമൂഹം എന്ന് പറയുന്നത്.
ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതികാരം കൊണ്ട്, ഒരു വ്യക്തിയുടെ പ്രതികാരം കൊണ്ട്, ഒരു കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പ്രതികാര പരിപാടികൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക്, അതുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാത്തവർക്കുമൊക്കെ സമാധാനം നഷ്ടപ്പെടുകയാണ്. അസ്വസ്ഥമായ മനസ്സിൻ്റെ ഉടമകളായി മാറാൻ അത് കാരണമായി തീരുകയാണ്. ഭയവും ഭീതിയും അരക്ഷിതാവസ്ഥയും ഓരോ വ്യക്തിയിലും കുടുംബത്തിലുമൊക്കെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതികാര പ്രക്രിയകൾക്കിടയിൽ, അതുമൂലമുണ്ടാകുന്ന മനുഷ്യന്റെ ചെയ്തികൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, അനാഥമായി പോകുന്ന കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. രാഷ്ട്രീയക്കാരായ ആൾക്കാർക്ക് പ്രതികാരം അവരല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളോടായിരിക്കും. ചിലപ്പോഴൊക്കെ തന്നെയും ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു ഭാഷ ആയതിൻ്റെ പേരിലോ മറ്റോ ഉള്ള പ്രതികാര പ്രശ്നങ്ങൾ അതിൻ്റെ വൈരങ്ങളായി നിലനിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്ലാമിക അജ്ഞാന കാലത്തുള്ള ഇസ്ലാമിക ചരിത്രത്തിന്റെ തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ആ പ്രതികാരം യുദ്ധങ്ങളിലേക്ക് നീളുകയും നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധം അക്കാരണത്താൽ ഉണ്ടായിത്തീരുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഖുർആൻ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച ഒരൊറ്റ പോയിന്റ്, വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു എന്നാണ്. ഇനി അതേപോലെ തന്നെ ചിലർ സംസാരത്തിലൂടെ പ്രതികാരം പ്രകടിപ്പിക്കും. ചിലര് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയോടുള്ള, ഒരു സമൂഹത്തോടുള്ള പ്രതികാരം തീർക്കാൻ പലതരത്തിലുള്ള പ്രയോഗങ്ങളും നടത്തും. അതുപോലെ തന്നെ മൃഗത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ടും സംസാരിച്ചുകൊണ്ടുമൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കും. ചുരുക്കത്തിൽ പലപ്പോഴും ഇത്തരം ചില പ്രതികാര നടപടികൾ കൊലപാതകത്തിൽ കലാശിക്കാറുണ്ട്. അതിന് പ്രേമനൈരാശ്യം കാരണമായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ കലാലയങ്ങളിൽ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാരണത്താൽ ആ പ്രതികാരം മനസ്സിൽ വെച്ച് ബ്ലേഡ് എടുത്ത് വരിഞ്ഞു മുറിച്ചവര്, അതുപോലെ തന്നെ തന്ത്രപരമായി തക്കം പാർത്ത് കൊല നടത്തിയവര്, പെൺകുട്ടികളെ കൊല്ലുന്നവര്, നേരെ തിരിച്ച് ആണുങ്ങളെയും, ഇങ്ങനെയുള്ള പ്രതികാര പ്രശ്നങ്ങൾ അത്തരം കാരണങ്ങളാൽ ഉണ്ടായിത്തീരാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എവിടെ നിന്ന് തുടങ്ങുന്നു? ചിലർക്കൊക്കെ ഒരു വണ്ടി സൈഡ് കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾ സൈഡ് കൊടുക്കാൻ ഇത്തിരി താമസം വന്നാൽ അത് ഓണടിച്ച് കയറി മുമ്പിൽ പോയി മറ്റേയാളോടുള്ള പ്രതികാരം തീർക്കാൻ അയാളെ ബ്ലോക്കാക്കുകയും അങ്ങനെ സംസാരമുണ്ടായി തമ്മിൽ തല്ലുകയും ചെയ്യുന്നത് വരെ റോഡിന്റെ മധ്യത്തിൽ അനുഭവപ്പെടാറുണ്ട്. അതില് പിന്നീട് വരുന്ന വാഹനങ്ങളും തിരക്കിൽ പോകേണ്ട ആവശ്യക്കാരും ഒക്കെ ആ പ്രശ്നത്തിൽ പ്രയാസപ്പെട്ടു പോകാറുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ കടന്നു വന്നാൽ പെൺവീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബേക്കറിയുടെ കനം പോരാത്തതിന്റെ പേരിൽ അവിടുന്ന് ഇയാൾക്ക് വേണ്ടത്ര പരിഗണന ആ സമയത്ത് ഭർത്താവിന്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച മനുഷ്യന് താൽക്കാലികമായി പെട്ടെന്നൊരു പരിഗണന കിട്ടിയില്ല എന്നൊരു തോന്നൽ, അതിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയോട് പ്രതികാര നടപടി, ആ കുടുംബത്തോട് പ്രതികാര നടപടി, പിന്നീട് ഇക്കുടുംബത്തിലുണ്ടായ കല്യാണങ്ങള്, സൽക്കാരങ്ങള്, അതുപോലെ പ്രധാനപ്പെട്ട അത്തരം ഏർപ്പാടുകള്, അത് ഭർത്തൃ വീട്ടുകാരനായ ആള് ഭാര്യാവീട്ടിന് ക്ഷണിക്കാൾ പ്രധാനപ്പെട്ടവരെ പരിഗണിക്കൂല. ആ പ്രതികാരം വെച്ച് അയാൾ കുറെ കാലം ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുകയാണ്. നല്ല നല്ല നിലയിൽ പെരുമാറുകയും ആ കുടുംബ ബന്ധത്തിൽ ജനിക്കേണ്ട നല്ല മക്കളിൽ വരെ
ആ പ്രതികാര ബുദ്ധി ഉണ്ടാകത്തക്ക വിധത്തിൽ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കാതിരിക്കുക, ഭാര്യയെ അങ്ങോട്ട് പറഞ്ഞേക്കാതിരിക്കുക, അങ്ങനെ തുടങ്ങി അത് വൈരം, വൈരാഗ്യം, പ്രതികാരത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് അത് എത്തുകയും മധ്യസ്ഥം പറയുന്ന ആൾക്കാരോട് പോലും തണ്ട് കാണിച്ചുകൊണ്ട് മനസ്സില്ല എന്ന നിലപാടിൽ കുടുംബ ബന്ധം തകർക്കുകയും ചെയ്യുന്നതിലേക്ക് ഈ പ്രതികാര ബുദ്ധി എത്തിപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ചെറിയൊരു കാര്യമാണ്, അതൊരു പ്രശ്നം തന്നെയല്ല, പ്രശ്നമാക്കേണ്ടതല്ല. നമ്മൾ ഒരു മനുഷ്യനുമായി ഇടപഴകുമ്പോൾ അയാളോട് നമ്മൾ സലാം പറഞ്ഞു, അയാൾ സലാം മടക്കിയില്ല, ഇത്തിരി താമസം വന്നു, എന്താ, അയാൾക്ക് നെഞ്ചിനൊരു വേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ മനുഷ്യൻ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴും നമുക്ക് അയാളോട് പ്രതികാരം അവിടുന്ന് തുടങ്ങാണ് ഓരോ വിഷയങ്ങളും. സാഹചര്യം മനസ്സിലാക്കണം. ചിലപ്പോൾ അത്തരത്തിലുള്ള ചില കാരണങ്ങൾ അത് തന്നോടുള്ള വെറുപ്പാണെന്ന് മനസ്സിലാക്കി ആ പ്രതികാരം മനസ്സിൽ കൊണ്ടു നടന്ന് മരിച്ചാലും തീരാത്ത പകയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കൂല. ആ നിലപാടിലൊക്കെ പോകുന്ന കുടുംബങ്ങൾ നമ്മളുടെ കുടുംബത്തിലുണ്ട്. പിന്നെ കല്യാണ വിളികളില്ല, മറ്റ് ബന്ധങ്ങളില്ല, അങ്ങനെ തകർന്നു പോകുന്ന, അത് സ്ത്രീ വീട്ടുകാർക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെയും പരിണിത ഫലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിലേക്കായിരിക്കും. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രതികാരം, ഈ പ്രാവശ്യം കമ്മിറ്റിയിൽ എനിക്കൊരു സ്ഥാനം കിട്ടിയില്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്നവനാണ്, അവൻ ആ സ്ഥാനം ധരിപ്പിക്കാൻ എന്ത് മാർഗം, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും വളരെയേറെ നമ്മൾ കാണുകയും ചെയ്യുന്നു. ആ നിലപാടാണ്. അതായത് അവന്റെ വിചാരിച്ച കാര്യം നടന്നില്ല, അതുകൊണ്ട് മറ്റവനെ ഞാൻ വിടൂല, അവനതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതുകൊണ്ട് അവന്റെ മോന് ജോലി കിട്ടണ്ട, അതിനുള്ള പാര വെച്ച് അതിനുള്ള പണി നടത്തി അവനിനി തല പൊങ്ങാൻ സമ്മതിക്കൂല. ആ നിലക്കുള്ള കാര്യങ്ങൾ അവനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ആ കുടുംബത്തെ, ആ സമൂഹത്തെ, ആ വ്യക്തിയെ ഒക്കെ തേജോവധം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടാകാറുണ്ട്. വേറെ ചിലത് പിന്നെ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പ്രകാരമുള്ള ജീവിതത്തില് അവനവന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു, അതിന് കാരണക്കാർ ഇന്നാളാണ്, അതുകൊണ്ട് അവൻ ആ സംഘടനയിലാണ്, ആ സംഘടനയുള്ള അവനെതിരെ സംഘടനപരമായ നിലപാടുകൾ സ്വീകരിച്ച് അങ്ങനെ സ്ഥാനം അവൻ്റെത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കമ്മിറ്റിയിലാകട്ടെ, മദ്രസ കമ്മിറ്റിയാകട്ടെ, പള്ളി കമ്മിറ്റിയാകട്ടെ, ഇവിടെയൊക്കെ തന്നെ ഇത്തരം മനസ്സിന്റെ ഉടമകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഇതിന്റെ കാരണം? മനുഷ്യന്റെ മനസ്സിന്റെ മുരടിപ്പാണ്. അവിടെ വിശാലമായ മനസ്സ് ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ നിലപാട് എങ്ങനെയായിരിക്കും? ഖുത്ബ കേൾക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഒരു ദീനിന്റെ ചിട്ടയിൽ ജീവിക്കുന്നവരാണ്. ആ നിയമപരമായ വശം പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്നത്? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. തൊട്ടു മുമ്പ് കാണാം വലാ യസ്തബി സയ്യിഅതു വൽ ഹസന. ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്. നല്ലതും ചീത്തയും തുല്യമല്ല കേട്ടോ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നീ തിന്മയെ നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്, തടുക്കേണ്ടത്. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. കൃത്യമായും തിന്മക്ക് തിന്മയല്ല, പ്രതികാരമല്ല ഉണ്ടാകേണ്ടത്. വിശാലമാണ് ആ വിഷയം. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സദ്രി, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പടച്ചോന്റെ ഹൃദയത്തിന് വിശാലത തരണേ. അവൻ കുടുംബബന്ധം മുറിക്കുന്നു, ഞാൻ മുറിക്കുന്ന പ്രശ്നമേ ഇല്ല. അവൻ എന്നോട് മോശമായി പെരുമാറുന്നു, ഞാൻ മോശമായി പെരുമാറുന്ന പ്രശ്നമേ ഇല്ല. എന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നന്മയെ ഉണ്ടാകും. ഈ വൈവാഹിക ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ട കുടുംബത്തിന്റെ വിഷയങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്ക്. അസ്വസ്ഥതകള്, പ്രതികാര ദാഹം, കുട്ടിനെ കാണിച്ചു തന്നില്ല, അവനെ ഞാൻ വിടൂല, അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവളുടെ കുടുംബക്കാര് ഇങ്ങനെ ചെയ്തു. ഈ നിലക്കുള്ള പ്രതികാര വിഷയങ്ങളുമായി നടക്കുമ്പോൾ എന്ത് സമാധാന ആ കുടുംബത്തിൽ ഉണ്ടാകുക? സൂചിപ്പിച്ചത്, ഒരാള് തിന്മ ചെയ്താൽ ആ തിന്മ അങ്ങനെ തന്നെ പ്രതികരിക്കുകയല്ല ആ നിലക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
എന്റെ അടുക്കൽ തമാമ എന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരുന്ന ചരിത്രം നമുക്ക് കാണാം. ഇസ്ലാമിന്റെ കഠിന ശത്രു, നബിയെ വധിക്കാനൊരുങ്ങിയ ആള്. എന്നിട്ട് ഹാജരാക്കിയപ്പോൾ തമാമ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അഴിച്ചിടാൻ പറഞ്ഞ റസൂലുള്ളാ, എന്താ തമാമ താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ നബിയെ വധിക്കാനോ സഹാബികളെ ഇല്ലാതാക്കാനോ ഒക്കെ ശ്രമിച്ച ആള്. പക്ഷെ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നോട് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. നബി അദ്ദേഹത്തെ വിട്ടയച്ചു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അന്നും അങ്ങനെ തന്നെ. മൂന്നാം ദിവസം വന്നപ്പോൾ തമാമ താങ്കൾക്ക് പോകാം. നബി അദ്ദേഹത്തിന് യാതൊരു പ്രതികാര നടപടിയും സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം കുളിച്ച് മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് രംഗം ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം എത്രമാത്രം ഭീകരമായിരുന്നു ആ യൗമുൽ മൽഹമ എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മക്കം ഫതഹിൽ വിളിച്ചു പറഞ്ഞല്ലോ. കശാപ്പിന്റെ ഡേ ആണിത്. എന്താ കാരണം? മനസ്സിലുള്ള പ്രയാസമായിരുന്നു അത്. അതിനു മാത്രം സഹാബത്തിന് അവർ കഷ്ടപ്പെടുത്തിയിരുന്നു. പച്ചല പോലും തിന്ന് ജീവിക്കേണ്ടി വന്ന സാഹചര്യം. നബിയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറിക്ക് വലിയടാ വലി, കൊല്ലടാ എന്ന് പറഞ്ഞ മല്ലന്മാരുണ്ട് ആ കൂട്ടത്തില്. കാർക്കിച്ച് തുപ്പിയവരുണ്ട്. അങ്ങനെ എന്തിനധികം ഞാനത് വിശദീകരിക്കുന്നില്ല. അതിന് മാത്രം മോശപ്പെട്ട പോക്കിരികളായ തെമ്മാടികളായ ആൾക്കാരായിരുന്നു നബിയുടെ മുമ്പിലുണ്ടായിരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. യൗമുൽ മർഹമ. സഅദ് ഇബ്നു ഉബാദയുടെ വാക്ക് തിരുത്തി. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇദ്ഹബു അൻതും മുത്തലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. വിട്ടയക്കുന്നു. യൂസുഫ് നബിയുടെ ചരിത്രം നോക്ക്. യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ആ പിതാവിനെയും ഈ കുട്ടിയെയും വേർപെടുത്താൻ വേണ്ടി കൊലപാതകം നടത്താൻ വരെ അവർ ആസൂത്രണം ചെയ്തിരുന്നു. അവസാനമാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ വാചകം കേട്ട് കൊണ്ടുപോയി കിണറ്റിലിടുന്നത്. അവിടുന്ന് യൂസുഫ് നബി രക്ഷപ്പെട്ടെത്തുന്നു. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മൾക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ ജ്യേഷ്ഠന്മാരായ സഹോദരന്മാരായ മുഴുവൻ പേരും എല്ലാ വിധത്തിലും യൂസുഫ് നബിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അദ്ദേഹം ആ അധികാര സ്ഥാനത്ത് നിൽക്കെ അവർ ചോദിക്കുന്നു, അന്ത യൂസുഫു, നീയാണോ യൂസുഫ്? ഖാല അന യൂസുഫു, ഞാൻ തന്നെയാണ് യൂസുഫ് എന്ന് അവരോട് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്നിട്ടോ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വഅഖീഹി അൻതും ജാഹിലൂൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ യൂസുഫിനോടും അഞ്ചനോടൊക്കെ ചെയ്തത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ യൂസുഫ് നബിയുടെ വാചകം എന്താ? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് നേരെ പ്രതികാരമില്ല. വിട്ടയക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് അവരോട് പ്രതികാരം തീർക്കാൻ യൂസുഫ് നബിക്ക് യാതൊരു പ്രയാസവുമില്ല. ഇദ്ഹബു അൻതും മുത്തലഖാ എന്ന് നബി പറഞ്ഞതുപോലെ യൂസുഫ് നബി ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും സ്വീകരിക്കാതെ അവരെ സ്വതന്ത്രമായി വിടുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന യഥാർത്ഥ വശന്ത, നിങ്ങൾ തീർച്ചയായും വിശാലമായ മനസ്സിന്റെ ഉടമകളാകണം. വളരെ ചെറിയ കാര്യത്തിന് മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടന്ന് അങ്ങനെ മോശക്കാരാകരുത്. ഈ ആയത്ത് സൂറത്തുൽ ഫുസിലത്തിലെ അവസാനത്തെ ഞാൻ ഓതി വെച്ച അവസാനത്തെ ആയത്തിൽ പറയുന്നത്, എന്തെങ്കിലും നിലക്ക് ഇപ്പൊ തന്നെ ഖുതുബ കേൾക്കുന്ന ആലോചിക്കുക, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്, അവനെ ഞാൻ വിടൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ഈമാൻ ഉണരണം. നമ്മൾ നല്ലവരാകണം, നമ്മൾ മാതൃക കാണിക്കണം. അത് വിട്ടുകളാ, ഒഴിവാക്ക്. പിശാച് അങ്ങനെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ മറ്റവന്റെ പണിയാത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അദാവത്തും ബഗ്ളാഉം, വിദ്വേഷവും വെറുപ്പും തമ്മിൽ ഉണ്ടാക്കുന്ന പണിയാണ് ആരുടെ പണി? പിശാചിന്റെ പണി. അതില് ഞാനില്ല. തീരുമാനം എടുക്കുക, വളരെ കൃത്യമായ തീരുമാനം. സ്വതന്ത്രമായ മനസ്സിന്റെ ഉടമകളാവുക. കൃത്യമായും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്.
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച രണ്ടാം ഖുതുബയിൽ ശഅബാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം, ആളുകൾ അശ്രദ്ധമാകുന്ന ഒരു മാസം, അതാണ് യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ് വ റമളാൻ. റമളാന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമാകുന്ന ഒരു മാസം. യശ്ഹറുൻ തുർഫഉ ഫീഹി അൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റജബിനെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ശഅബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സൂചിപ്പിച്ച റജബിനെ സംബന്ധിച്ചാണ്. ശഅബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായും അത് കൂടുതൽ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഇനി നമ്മളുടെ ഒരുക്കത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞ സക്കാത്തിന്റെ വിഷയത്തിൽ ഈ ശഅബാനിൽ കണക്ക് നോക്കുക. കച്ചവടം നടത്തുന്നവരോ മറ്റുള്ള ഏർപ്പാടോ ചെയ്യുന്നവരോ ഒരുപാട് വലിയൊരു വിഷയമാണത്. അലിഫ് മുതൽ യാ വരെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് എടുപ്പാണ്, അതൊക്കെ എടുത്തിട്ട് അതിന്റെ കൃത്യമായ കണക്ക് നമ്മൾ ഇനി റമദാനിൽ അതിന് ഒരുങ്ങണ്ട. റമദാനിന്റെ മുമ്പ് ആ കാര്യം പൂർത്തിയാക്കി കൃത്യമായി ഒരു ദിവസം വെച്ച് അതിലേക്ക് നമ്മൾ ഒരുങ്ങുക. എല്ലാ നിലക്കും അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ സദഖ നമ്മൾക്ക് ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യുക. റമദാനിൽ ഇന്ന രൂപത്തിൽ എത്ര രൂപ സദഖ ചെയ്യണം, എന്തിന് ഫണ്ട് കാണണം എന്ന നിലക്ക് അതിനെ സംബന്ധിച്ച് ആലോചിക്കുക. ഖുർആൻ പാരായണം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇബാദത്തിന് സമയമുണ്ടാകണം, അതിന് പ്ലാൻ ചെയ്യണം. പിന്നെ 30 ദിവസവും പകലിവിടെ ക്ലാസ് ഉണ്ടാവും. സുബൈക്ക് ശേഷം ക്ലാസ് ഉണ്ടായിന്ന് വരും. അതുപോലെ മറ്റു പള്ളികളിൽ ഉണ്ടാവും. എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം? ഇന്നലെ രാത്രി സഹോദരന്മാര് അവര് പല പണ്ഡിതന്മാരെയും ഉച്ച സമയത്ത് ഒരു 20 മിനിറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ വന്ന് ളുഹർ നിസ്കരിച്ച് പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല, ഇത്രയും ബുദ്ധിമുട്ടായി ആ പണ്ഡിതന്മാർ ഇവിടെ വരുന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും നമ്മൾക്ക് വല്ല ഹിദായത്തിന്റെ വെളിച്ചവും ഏതെങ്കിലും ഒരു ഇൽമം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കട്ടെ എന്ന് ളുഹർ കഴിഞ്ഞിട്ട് ഇരിക്കാൻ നമുക്ക് സമയമില്ലാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. റമദാൻ വർഷത്തിൽ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് മുൻകൂട്ടി ആ സമയമൊക്കെ ഉപയോഗപ്പെടുത്താൻ, പൂർണ്ണമായും ഇബാദത്തിന് ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ പ്ലാൻ ചെയ്യണോ അതൊക്കെ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യണം. കുടുംബത്തിൽ ഭാര്യയുമായി കുട്ടികളുമായി ചർച്ച ചെയ്തിട്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം. എന്താ ഖുർആൻ ഒരു വലിയ ആയത്തില് സൂറത്ത് അൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട വലിയൊരു ആയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന പരാമർശം വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ അങ്ങാടികളിൽ തിരിയണമെന്നല്ല, നിങ്ങൾ പള്ളികളിൽ ഇത്തികാഫിരിക്കാനോ നിങ്ങൾ പള്ളികളിൽ കൂലി ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ആരാധന നിരതരായി കഴിയാനോ ഉള്ള നിലയിൽ ശ്രദ്ധിക്കണം എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇബാദത്തുകൾക്ക് വേണ്ടി അതിന് കാര്യങ്ങൾ കൂടിയാലോചിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക തന്നെ വേണം. നമ്മളൊക്കെ ചിന്തിച്ചു നോക്ക്, ഈ ഒരു അവസരം ഇന്ന് നമ്മളുടെ കൂട്ടത്തിലില്ല. കഴിഞ്ഞെല്ലാം റമദാനിലുള്ള ആൾക്കാര് ആർക്കൊക്കെ അതിന് അവസരം കിട്ടുമെന്നറിയില്ല. ഇന്ന് അടുത്ത റമദാൻ ആകട്ടെ ഞാൻ പ്ലാൻ ചെയ്യാമെന്നല്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ് വരുന്നതിന് ശേഷമുള്ളത് ഈ റമദാനിലേക്ക് തന്നെ എത്ര ആൾ ബാക്കി ഉണ്ടാവും എന്നറിയില്ല. അതുകൊണ്ട് അത്ര പുണ്യമാക്കപ്പെട്ട ആ ദിനരാത്രങ്ങളിൽ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എങ്ങനെ ഉപയോഗപ്പെടുത്താം? കുടുംബത്തെയും കൂട്ടിപ്പിടിച്ച് മക്കളെയും കൂട്ടിപ്പിടിച്ച് അവർക്കൊക്കെ ഇപ്പം തന്നെ ക്ലാസിന്റെ കാര്യങ്ങള്, അവരുടെ നോമ്പിന്റെ കാര്യങ്ങള്, അവർക്ക് നോമ്പ് ശീലിപ്പിക്കാനുള്ള കാര്യങ്ങള്, ഇതൊക്കെ തന്നെയും നമ്മൾ അവരുടെ വിഷയത്തിലും എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ആനന്ദകരമാണ്, സന്തോഷകരമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മക്കളുടെ മനസ്സിലിട്ട് നോക്ക്. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ റമദാൻ എന്നത് വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ആകണം, മക്കൾ വലുതാകട്ടെ അതവർ റെഡിയായിക്കോളും എന്നതല്ല. ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ ഈ റമദാനുള്ള താല്പര്യം ഉണ്ടാക്കത്തക്ക വിധത്തിൽ
കൂടുതൽ അവരെ ഇതിലേക്ക് മാനസികമായി ആകർഷിപ്പിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ കൂട്ടത്തില് കുടുംബത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കൂടുതൽ ഇബാദത്ത് ചെയ്യാനും സദഖയുടെ കാര്യവും സക്കാത്തിന്റെ കാര്യവും അതുപോലെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ടൈം ഉപയോഗപ്പെടുത്തുന്ന വശങ്ങളും യാത്ര പോലുള്ള കാര്യങ്ങള്, പർച്ചേസിങ്, ഇതൊക്കെ തന്നെയും ഈ ശഅബാനിൽ വേണ്ട വിധത്തിൽ അങ്ങ് പൂർത്തിയാക്കി കളയുക. എന്നാൽ അവസാനം വെച്ച് എന്നെ ഷർട്ട് തയ്ച്ചത് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടവും പ്രശ്നവുമില്ല. അവിടെ ഭയങ്കര തിരക്കാൻ, ഷോപ്പിന് പോകാൻ കഴിയുന്നില്ല, അതൊന്നുമില്ല. ഇപ്പൊ സുഖമായിട്ട് പോയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭക്ഷണപാനീയ വിഷയങ്ങളിലൊക്കെ തന്നെയും ഇബാദത്തിന് സമയം കാണത്തക്ക വിധത്തിലുള്ള ഒരു ആസൂത്രണം നേരത്തെ തന്നെ ശഅബാനിൽ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളായി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ഇഖ്ലാസോടുകൂടി അതിൽ ഇബാദത്ത് ചെയ്യാനും കൂടുതൽ അതിനെ ഉപയോഗപ്പെടുത്താനുമുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന് നമ്മളെ ക്ലാസ്സിൽ പാരായണം ചെയ്യുന്ന സഹോദരിയുടെ മകനാണ്. ബ്ലഡ് ക്യാൻസർ വന്ന് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറയുകയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരുണ്യവാനായ റഹ്മാനായ തമ്പുരാൻ ആ മകന്റെ എല്ലാവിധ രോഗവും ശിഫിയാക്കുകയും പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുഅദ്ദിൻ മുക്കമ്മൽ, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. കാരുണ്യവാനായ റബ്ബ് അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ മരണപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. നമ്മളുടെ മനസ്സിൽ അത്തരക്കാരുടെ പേരും ഓർമ്മയും ഒക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും നമ്മയും അവരെയും അവന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.